നമ്മൾ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രമാണ്. നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ സുന്ദരേശ്വര ഭഗവാൻ. ആ തിരുസന്നിധാനത്തെ കാഴ്ച നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാം. നിങ്ങൾ സ്നേഹപൂർവ്വം ഇത് സ്വീകരിച്ചാലും. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ പോകുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ ഗരുഡരാജൻ ഇതാ ശ്രീകോൽ വലം വെക്കുന്നു കണ്ടുവാ, ഇതാ വലം വെക്കുന്ന കണ്ടുവാ. അത് എക്കാലത്തും ഞാൻ പോകുമ്പോൾ എനിക്കുണ്ടായ ആദ്യത്തെ അനുഭവമാണ്. അമർനാഥിൽ പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു അനുഭവമാണ്. അടുത്ത ക്ഷേത്രത്തിൽ പോകുമ്പോഴും നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇത് അരയാൽ. ഇതാണ് ശ്രീ സുന്ദര ക്ഷേത്രത്തിലുള്ള അരയാൽ തറ. ധാരാളം പ്രാവുകളും ഉണ്ടാവും ഇവിടെ ഭഗവാന് കൂട്ടായി. അമർനാഥ് പോയി കഴിഞ്ഞാൽ അവിടെ 2 പ്രാവുകളുണ്ട്. വെള്ളപ്രാവാണെന്നാണ് പറയാറ്, പക്ഷെ ഞാൻ കണ്ടത് കറുപ്പായിരുന്നു. ഞാൻ ഒരു പ്രാവിനെ കണ്ടിരുന്നുള്ളൂ. 2 പ്രാവുണ്ട് എന്നാണ് പറയാറ്. അത്രയും തണുപ്പുള്ള സ്ഥലത്ത് എത്രയോ കാലങ്ങളായി മഹാദേവൻ്റെ തിരുസന്നിധാനത്ത് ആ പ്രാവുകൾ എത്രയോ വർഷങ്ങളായിട്ടുണ്ട് അമർനാഥിൽ. ഇവിടെയാണ് ശ്രീ സുന്ദര ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് കരിമരുന്ന് പ്രയോഗം നടക്കുന്ന സ്ഥലം ഇവിടെയാണ്. കണ്ടുവാ. ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവുമുണ്ട്. ഇവിടെയാണ് ക്ഷേത്രക്കുളം. നമുക്ക് ഈ കാഴ്ച കാണാം. ഇവിടെ എന്തൊക്കെയോ അറിയിപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ട്. കുളത്തിൽ കയറാനും കുളിക്കാനുമുള്ള സമയം കുട്ടികളുള്ളതുകൊണ്ടായിരിക്കാം. ഇതാണ് അമ്പലക്കുളമാണിത്, ഭഗവാന്റെ കുളം. ഇവിടുന്ന് എത്ര പേര് നീന്തം പഠിച്ചിട്ടുണ്ടെന്ന് അറിയുമോ? ഒരുപാട് കുഞ്ഞു കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട്. എത്ര തവണ എല്ലാവരും മുക്കിയിട്ടുണ്ടാവും ഈ കുളത്തിൽ വെച്ച്. അത്രയും കാലപ്പഴക്കമുള്ള ഒരു കുളം. എപ്പോഴും വെള്ളമുണ്ടാകും. ആരും കൊറോണ വന്നതുകൊണ്ട് കുളിക്കാത്തതുകൊണ്ട് ഒക്കെ പായലൊക്കെ പിടിച്ചു പോയി. അത് ക്ഷേത്രത്തിലെ സ്കൂളാണ് കേട്ടോ. ഇതും സ്കൂളാണ്, ക്ഷേത്രത്തിൻ്റെയാണ്. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത വീഡിയോ ചെറുക്കൽ കോവിലകത്തെയും ശ്രീ കൃഷ്ണക്ഷേത്രവും ധന്വന്തരി ക്ഷേത്രവും ആയിരിക്കും അടുത്ത ഷൂട്ടിംഗ് എന്ന്. പക്ഷേ മറ്റ് പല സാങ്കേതിക കാരണങ്ങളാൽ എനിക്കവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. തീർച്ചയായും ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്കത് ഉൾപ്പെടുത്താം. ദയവായി നമ്മോട് ക്ഷമിച്ചാലും. ശരി, നമുക്ക് ഇനി ഈ കാഴ്ചകൾ കാണാം. ഇവിടെയും എന്തോ ഒരു അറിയിപ്പുകളുണ്ട്. അങ്ങനെ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, കാരണം കുട്ടികളുള്ളതല്ലേ. അതുകൊണ്ട് ചിലവർ ഇവിടെ വണ്ടി വെച്ച് പോയി കളിക്കും, പിന്നെ അവരെ കാണിക്കും. അതുകൊണ്ട് അവിടെ ആരും വാഹനം പാർക്ക് ചെയ്തു. നമുക്ക് ഇനി അന്നദാനശാല, ഇവിടെയുള്ള ഒരു അന്നദാനശാലയുണ്ട്. 2 അന്നദാനശാലയുണ്ട് ഇവിടെ. അതും നമുക്കൊന്ന് കാണാം. ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ്? ഇത് ക്ഷേത്രത്തിലെ ബാത്റൂമാണ്, പൊതു ബാത്റൂം. കണ്ടുവാ. ഇത് ക്ഷേത്രത്തിൻ്റെ സ്കൂൾ ബസ്സാണ്. കൊറോണ കാരണം എല്ലാം ഇങ്ങനെ മൂലക്കെട്ടി കിടക്കുക. ഇതിലുള്ള ജോലിക്കാർക്കൊക്കെ എത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. എത്ര കാലം ജോലിയില്ലാതെ. ഇതിങ്ങനെ ഒട്ടിക്കാതെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മോശമായി പോവില്ലേ? സ്കൂളൊക്കെ പൂട്ടിയിട്ട് എത്ര കാലമായി എന്നറിയും. ഇത് കുഞ്ഞു കുട്ടികളുടെ ക്ലാസ്സാണ്, സ്കൂൾ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലും
ഒരു അന്നദാനശാലയുണ്ട്, അത് നോക്കാം നമുക്ക്. വരൂ. ഇവിടെ എന്തോ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഓ, അങ്ങനെ. എന്താ ഇതിൻ്റെ ഉള്ളിലും അന്നദാനശാലയാണ്. കാണില്ല, കണ്ടോ? നമുക്കിതാ പണ്ടൊക്കെ ഇതായിരുന്നു അന്നദാനശാല. ഇതാ ഇവിടെയുള്ളത്. ഓ, ഇവിടെ വേറെയും ബസ്സുണ്ട്. പണ്ടത്തെ അന്നദാനശാല ഇവിടെയായിരുന്നു. ഇവിടെ ധാരാളം കല്യാണങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അത്രയധികം ആൾക്കാർക്ക് ഇരിക്കുവാൻ സ്ഥലം വേണ്ടേ. അതിനാൽ ഇവിടെയും അന്നദാനശാല, ആദ്യത്തെ അന്നദാനശാല ഇവിടെയായിരുന്നു. അപ്പം മറ്റത് ഞാൻ കാണിച്ചത് പുതിയതാണ്. ഇത് നാരായണ ഗുരുദേവൻ്റെ ഒരു ശിഷ്യൻ്റെ ഇവിടെയാണ് കുട്ടികൾക്ക് കളിക്കുവാനുള്ള കളിസ്ഥലം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലെ അവർക്ക്. ഇത് നാരായണ ഗുരുദേവൻ്റെ ഒരു ശിഷ്യൻ്റെ സമാധി സ്ഥാനമായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. നമുക്കത് കാണാം. ഇതാണ് അതിൻ്റെ മുൻവശം. പേര് കണ്ടുവാ, നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. ഗുരുവിനെ കാണുന്നുണ്ടോ? നോക്കിക്കോളൂ, കണ്ടുവാ. കാണില്ല, ഗ്ലാസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കാണില്ല. പേര് കണ്ടുവാ, വിദ്യാശ്രീ ചൈതന്യസ്വാമി സമാധി മണ്ഡപം. ഇതുപോലെ അനേകം പുണ്യാത്മാക്കളുണ്ട്. യോഗീശ്വരന്മാരും സിദ്ധന്മാരും ഒക്കെ പല സ്ഥലങ്ങളിലും. അവരുടെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്ഷേത്രം ലഭിച്ചത്. ഒന്ന് കാണിച്ചു തരാൻ വിട്ടുപോയി, അതും കൂടി കാണിച്ചു തരാം. ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ അധീനത്തിലുള്ളതാണ് കേട്ടോ. ഇതൊന്ന് കാണിച്ചു തരാൻ വിട്ടുപോയില്ലേ. ഇത് ക്ഷേത്രത്തിൻ്റെ ഹോസ്റ്റലാണ്. ക്ഷേത്രത്തിൻ്റെ ഭാഗം ഉള്ള ഹോസ്റ്റൽ, ലേഡീസ് ഹോസ്റ്റലാണ്. ഇവിടെ ധാരാളം കുട്ടികൾ പഠിക്കാനും ജോലിക്ക് പോകുന്നവരൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. ശരിയാണ്. നമുക്ക് ഇനി മറ്റുള്ള ഒരു കാഴ്ചകൾ കാണണ്ടേ, ക്ഷേത്ര കാഴ്ചകൾ. അവിടത്തേക്ക് നമുക്ക് പോകാം. വരൂ, നമുക്ക് ആ കാഴ്ചകൾ കണ്ടും വരാം. ഈ ജലം പോലെ ആയിരിക്കണം നമ്മുടെ മനസ്സും, അത്രയും ശുദ്ധമായിരിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് നമ്മുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ച് അത് നേരെയാക്കി കൊണ്ടുവരുന്നതല്ലേ ഉത്തമം. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്തെങ്കിലും പറയുമ്പോൾ അപ്പോൾ അത് കുറ്റമായി കാണുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. വെറുതെ നാം ക്ഷേത്രത്തിൽ പോയോണ്ട് കാര്യമില്ല. ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കാനാണ്. അത് അവിടെ പോയിട്ടും ശുദ്ധമാകുന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? അതിനാൽ ആ ക്ഷേത്രത്തിൽ പോയാൽ ആ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ നാം പാലിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അവിടുത്തെ മൂർത്തിയുടെ മൂലമന്ത്രം അറിയുമാണെങ്കിൽ അത് ചൊല്ലുക. ഇപ്പോൾ ഇവിടെ മഹാദേവ ക്ഷേത്രത്തിൽ വന്നാൽ ഹ്രീം നമഃശിവായ എന്ന മന്ത്രം ചൊല്ലിയാൽ മതി. അപ്പോൾ ആ മൂർത്തിയെ നിങ്ങളിലേക്ക് ലയിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഭഗവാനും ഭക്തനും ഒന്നായി തീരുക തന്നെ ചെയ്യും. ഇവിടുത്തെ കാഴ്ചകൾ നാം എല്ലാം കണ്ടല്ലോ. ഇനി നമുക്ക് സാക്ഷാൽ മഹാദേവനെ, സുന്ദരേശ്വര ഭഗവാനെ നമുക്ക് നേരിൽ പോയി കാണാം. ക്ഷേത്രനട തുറന്നിട്ടൊന്നുമില്ല, പൂട്ടിയിരിക്കുകയാണ്. അഥവാ തുറന്നാൽ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് പോയി ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ തുറന്നു കണ്ടാലും
നാം ഒരിക്കലും അങ്ങനെയുള്ള കൃത്യം ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹര ഹര മഹാദേവ്, ബം ബം ഭോലേനാഥ്. ഹര ഹര മഹാദേവ്, ബം ബം ഭോലേനാഥ്. भोलेनाथ भोलेनाथ श्री सुंदरेश महादेव भोलेनाथ. നമസ്തേ. നമസ്തേ. എന്താ നിങ്ങളെ പേര്? എൻ്റെ പേര് EG രാജൻ ശാന്തി. ശാന്തി. ഞാൻ ഈ കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ പ്രവൃത്തി ആരംഭിച്ചിട്ട് 51 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ കാലയളവിൽ ക്ഷേത്രത്തിൻ്റെ പഴയകാല ചരിത്രം നോക്കുമ്പോൾ വളരെ ശോചനീയമായിരുന്നു. ഇന്ന് ക്ഷേത്രം വിപുലീകരിച്ച് പന്തലിച്ച് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറിയിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങളുടെ പാദസ്പർശനം കൊണ്ട് പരിഭാവനമായ കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രം 1916 മീനമാസം പൂയൻ നക്ഷത്രത്തിൽ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ തന്നെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിരുന്നു. അന്ന് ശ്രീകോവിൽ മാത്രമേ ഈ ക്ഷേത്രസന്നിധിയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1986 പുതിയ ഭരണസമിതി ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ പരിപാവനവും ഇതര സ്ഥാപനങ്ങളും വിപുലീകരിച്ചു വരികയും ക്ഷേത്രം ഉന്നത നിലയിൽ എത്തി ഭക്തജനങ്ങൾക്ക്
അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഉത്സവം മീനമാസം മാർച്ച് ഏപ്രിൽ മാസമായിരിക്കും. അതായത് മീനമാസത്തിലെ പൂയ നക്ഷത്രത്തിന് കൊടിയേറി 8-ാം ദിവസം ആറോട്ടോടുകൂടി സമാപിക്കുന്നു. ആറാട്ടുത്സവം പയ്യാമ്പലം കടപ്പുറം നടത്തി വരുന്നു. ഇതുകൂടാതെ ക്ഷേത്രത്തിൽ വിശേഷങ്ങൾ വേറെയുണ്ട്. ചിങ്ങമാസത്തിലെ ചതയൻ നക്ഷത്ര ദിനം ശ്രീനാരായണ ഗുരുപാദങ്ങളുടെ ജന്മദിനമായി ആഘോഷിക്കുകയും കന്നി 21-ാം തീയതി സമാധി ദിനമായി ആചരിക്കുകയും നവരാത്രി മണ്ഡലപൂജ 41 ദിവസം അതിഗംഭീരമായി പ്രഭാഷണ പരമ്പരയോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ശിവരാത്രി, ദീപാവലി, ഇളനീർവെപ്പ്, കർക്കിടവാവ് എന്നീ വിശേഷങ്ങൾ ഇവിടെ പ്രധാനമായി അനുഷ്ഠിച്ചു വരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി 28 അംഗങ്ങളടങ്ങിയ ഡയറക്ടർ ബോർഡാണ്. അതിൽ പ്രധാനമായും പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി ആയിരിക്കും. മറ്റുള്ള ഡയറക്ടർമാർ സഹായികളായി എപ്പോഴും ഉണ്ടാവും. ഇതിൻ്റെ പ്രസിഡന്റ് ആരാ? ഇന്ന് ക്ഷേത്രം ഭരിച്ചു വരുന്ന ഭരണസമിതിയിലെ പ്രസിഡന്റായി നിൽക്കുന്നത് അഴീക്കോട് ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ബാലകൃഷ്ണൻ അവറുകളാകുന്നു. സെക്രട്ടറി KP പവിത്രൻ ആവുന്നു. പള്ളിക്കുന്നിൽ താമസിച്ചു വരുന്നു. അത് 36 വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ ഭരണസമിതി ഈ ഭരണം ഏറ്റെടുത്തത്. 1986 പുതിയ തെരഞ്ഞെടുപ്പിന് ശേഷം സ്ഥിരമായി സെക്രട്ടറി സ്ഥാനം വഹിച്ചു വരുന്നത് KP പവിത്രനാണ്. പ്രസിഡന്റുമാർ 2-3 എണ്ണം കാലഘട്ടപ്പെട്ടു പോയതുകൊണ്ട് ഓരോ പ്രാവശ്യവും പ്രസിഡന്റ് എന്ന നിലയിൽ ഓരോരുത്തരെ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഈ ഭക്തജനത്തിന് യോഗത്തിൻ്റെ പേരിൽ നടത്തിവരുന്ന സുന്ദരേശ്വര ക്ഷേത്രത്തിൻ്റെ കീഴിൽ പല ഇതര സ്ഥാപനങ്ങളും ഇന്ന് അതിവിപുലമായി നടത്തി വരുന്നു. അതിൽ പ്രധാനമാണ് എഞ്ചിനീയറിംഗ് കോളേജ്, SN വിദ്യാമന്ദിർ, ITC, വിമൻസ് ഹോസ്റ്റൽ എന്നിവയുണ്ട്. ക്ഷേത്രത്തിന് അനവധി ആൾക്കാർ ഭൂസ്വത്തുക്കൾ ഇഷ്ടദാനമായി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഭരണസമിതി വേണ്ട പോലെ പരിപാലിച്ചു വരുന്നു. ഇവിടെ അന്നദാനം ഉണ്ടോ? അന്നദാനം ഉത്സവകാലങ്ങളിൽ മാത്രമേ ഉള്ളൂ. 8 ദിവസം ഉണ്ടാവും. ഇപ്പോൾ 2 വർഷമായിട്ട് അന്നദാനത്തിൻ്റെ പരിപാടി നിർത്തിവെച്ചിരിക്കുകയാണ്. കൊറോണ എന്ന രോഗം മഹാമാരി പിടിപെട്ടതുകൊണ്ട് അന്നദാന പരിപാടി നിർത്തിവെച്ചിരിക്കുന്നു. പിന്നെ ഈ ചതയ നക്ഷത്രത്തിൽ അന്നദാനം കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ? ചതയ നക്ഷത്രമുണ്ട്. എല്ലാ മാസവും എല്ലാ മാസം ചതയ നക്ഷത്രത്തിനും അന്നദാനവും ഗുരുപൂജ പ്രസാദവും നൽകി വരുന്നു. പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുപാദങ്ങൾ. ആയിരങ്ങളുടെ പാദസ്പർശനം കൊണ്ട് പരിപാവനമായ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം 1916 മീനമാസത്തിലെ പൂയ നക്ഷത്രത്തിലായിരുന്നു തൃപാദങ്ങൾ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. അന്ന് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ശേഷം ക്ഷേത്രത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ശ്രീ സുന്ദരേശ്വരൻ. അന്ന് മുതൽ സുന്ദരേശ്വര ക്ഷേത്രമെന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഇവിടെ എത്ര മൂർത്തികളുണ്ട്? ഇന്ന് 1998 മുതൽ ചുറ്റമ്പലം പൂർത്തിയായതിനു ശേഷം ഉപദേവന്മാരായ ഗണപതി, ശാസ്താവ്, പാർവതി, സുബ്രഹ്മണ്യൻ, നവഗ്രഹം എന്നീ ദേവതകളും ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ ഓരോരോ ശാന്തിമാറും എല്ലാ പൂജകൾക്കും എല്ലാ ശാന്തിമാരും ക്ഷേത്രസന്നിധിയിലും ഉണ്ടാവും. എത്ര ആനയുണ്ട് ഉത്സവ സമയത്ത്? ഉത്സവത്തിന് ഇപ്പോൾ നിലവിൽ 3 ആനയാണ്. ചില ദിവസങ്ങളിൽ 4 എണ്ണം ഉണ്ടാവും. പണ്ടത്തിലുണ്ടായിരുന്നു 3 ആന ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആനയല്ലേ പ്രസാദ്? ഇവിടെ ഒരു പ്രസാദ് എന്ന ആന തലാട് ഉത്സവ കമ്മിറ്റി നടയെഴുതിയിട്ടുണ്ട്. ആ ആന എല്ലാ ഉത്സവത്തിനും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഉത്സവം ഓരോ ദിവസം ഓരോ ആൾക്കാരാണെന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിലെ ഉത്സവം നടത്തി വരുന്നത് ദേശവാസികളുടെ വകയാണ്. കക്കാട്, ചൊവ്വ, ഒതയംകുന്ന്, തളാപ്പ്, കണ്ടോൺമെൻറ്റ്, ചാലാട്, അഴീക്കോട് എന്നീ ദേശക്കാർ ഓരോ ദിവസവും ഏറ്റെടുത്ത് നടത്തി വരികയാണ്. അന്നദാനം ശ്രീ ഭക്തജനത്തിന് യോഗം നടത്തി വരുന്നു. ഇവിടെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാ വർഷവും വെടിക്കെട്ടും ഉണ്ടാവും. ഇപ്പോൾ 2 വർഷമായിട്ട് വെടിക്കെട്ടിൻ്റെ ഒരു പ്രശ്നം ഈ കൊറോണ കാരണം നിർത്തിവെച്ചിരിക്കുകയാണ്.
പിന്നെ കാഴ്ചവരവ്, പിന്നെ കലാപരിപാടികൾ എല്ലാ ദിവസവും ഉണ്ടാവും. എത്രയോ കുട്ടികൾ ഇവിടെ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ എത്രയോ പുതിയ കുട്ടികൾ പരിപാടികൾ അരങ്ങേറുന്ന ഈ ക്ഷേത്ര സന്നിധിയിലാണ്. അത് പല കലാരംഗത്തുള്ള കുട്ടികളും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങോട്ട് വീട് എവിടെയാണ്? എൻ്റെ വീട് ജന്മസ്ഥലം കാലടിയിലാണ്. ശങ്കരാചാര്യ ആശ്രമത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷം? ഞാൻ 1970 ആഗസ്റ്റ് 1 ഈ ക്ഷേത്രത്തിൽ ജോലിക്ക് വേണ്ടി വന്നിരുന്നു. അതിനുശേഷം 1971 ആഗസ്റ്റ് 8 എന്നെ നിയമിതനായി. അതിനു മുമ്പുള്ള പൂജാരി? അതിനു മുമ്പുള്ള പൂജാരി കുമാരൻ ശാന്തി എന്ന ഒരു വ്യക്തിയായിരുന്നു. പീതാംബര ശാന്തി, കുമാരൻ ശാന്തി എന്ന വ്യക്തിയായിരുന്നു. അതിനുശേഷം ശിവദാസ ശാന്തി, മാധവ ശാന്തിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്യുതൻ തന്ത്രി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഏറ്റെടുത്ത് നടത്തുകയാണ്. നിങ്ങൾ ഇതിൽ വേറെ തന്ത്രിമാരുടെ പൂജാരിമാരുടെ പേരെന്താ? ഞാൻ കൂടാതെ അങ്ങ് ഇവിടുത്തെ മെയിൻ പൂജാരിയല്ലേ? അതെ, ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് കീഴിൽ കുറേ പൂജാരിമാർ? എൻ്റെ കീഴിൽ 2 പൂജാരിമാർ എക്സ്ട്രയുണ്ട്. കീശാന്തിമാർ 8 ആളുണ്ട്. 8 ആളുണ്ട് അല്ലേ? 8 ആളുണ്ട്. ഒരാളെ പേര് പറയും? ഒരാൾ സുരേഷ് ശാന്തി, ഒന്ന് പ്രവീൺ ശാന്തി, മറ്റത് എല്ലാവരും വിഷയം പറയും. സുനിൽ കുമാർ. അത്ര പേര് ഓർമ്മയില്ലെങ്കിൽ അത് കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ മറ്റ് വിശേഷങ്ങൾ, കല്യാണം ഇവിടെ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അനവധി കല്യാണങ്ങൾ നടത്തി വരുന്നു. അത് ജാതിഭേദമെന്നെ നടത്തുന്ന വിവാഹവും ഇവിടെ നടത്തി വരുന്നു. അതിൽ ഗുരുദേവ ആദർശമാണ് ഉൾക്കൊള്ളുന്നത്. പിന്നെ അതുപോലെ കെട്ടുന്ന മണ്ഡലകാലങ്ങൾ തുടങ്ങിയാൽ എല്ലാ 41 ദിവസവും മകരവിളക്കും കൂടാതെ ഓരോ മാസവും സംക്രമ ദിവസങ്ങളിൽ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ കെട്ടുനടത്തി ഭക്തജനങ്ങൾ ധാരാളം ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. വിവേകാനന്ദ ട്രാവൽസ് അതിനു വേണ്ടതായ സർവ്വ ഒരുക്കവും സന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ചുറ്റമ്പലം നിർമ്മിച്ചിരിക്കുന്നത് ആരെ ഇതിലെ കൂടിയാണ്? സുന്ദരേശ്വര ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം നിർമ്മിച്ചിരിക്കുന്നത് ദേശ കമ്മിറ്റിക്കാരും ശ്രീ ഭക്തസംവർദ്ധന യോഗവും ഭക്തജനങ്ങളുടെ പങ്കുചേരലും കൊണ്ട് മാത്രം ഉള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ലളിതമായി ഭക്തജനങ്ങളെ അറിയിച്ചുകൊള്ളു. ഇവിടുത്തെ പിന്നെ പൂജാരീതികൾ എന്താണ്? ഉത്തമ മാർഗമാണോ, മധ്യമ മാർഗമാണോ, അല്ലെ വൈദ്യമാർഗമാണോ? കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിലെ പൂജാമാർഗങ്ങൾ ശ്രീനാരായണ ഗുരുപാദങ്ങൾ പറഞ്ഞതനുസരിച്ച് ഉത്തമമായ രീതിയിൽ തന്ത്രവിധി പ്രകാരം ചെയ്തു വരുന്നു. ഇതിൽ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായി തന്ത്രസ്ഥാനം ശിവഗിരി ശ്രീനാരായണ ഗുരുകുലം ആശ്രമത്തിനാകുന്നു. അവിടെ നിന്ന് നിശ്ചയിക്കുന്ന വ്യക്തികളാണ് തന്ത്രിയായി ക്ഷേത്രത്തിൽ ഉത്സവകാലം പങ്കെടുക്കുന്നത്. അതിൻ്റെ കൂടെ സഹായികളായി കൂടെ 5 or 6 ശാന്തിമാർ വേറെയും ഉണ്ടാവും. ഉത്സവം അതിഗംഭീരമായി. അതേ സ്ഥലം അരിവിപ്പുറം. അതേടി വരിക? തിരുവനന്തപുരം. അവിടെ മാത്രമാണ്? അവിടെ മാത്രമാണ് ഗുരു പുഴയിൽ മുങ്ങി ശിവലിംഗമായിട്ട് വന്നത് അല്ലേ? അതൊരു അതിശയമാണ്. ആ ശിവലിംഗം കൊണ്ട് പ്രതിഷ്ഠ നടത്തിയിട്ട് എല്ലാത്തിനും അഷ്ടമതല്ലേ നോക്കണം. അഷ്ടമതല്ല, ആ പാറക്കരയിൽ ഉരുക്കി പിടിക്കാതെ അത്രയും ചൈതന്യം ഇതായിരുന്നു അല്ലേ? ആ ക്ഷേത്രത്തിന്റെ പേരെന്നാ? ക്ഷേത്രത്തിന്റെ പേര് അരിവിപ്പുറം ക്ഷേത്രത്തിനെ പറഞ്ഞു അല്ലേ? തിരുവനന്തപുരത്തെ വരും അല്ലേ? ശിവഗിരിന്റെ അടുത്ത് തന്നെയാ? ശിവഗിരി കുറച്ചും കൂടി പോകണം അല്ലേ? അതിന്റെ ഭരണം ശിവഗിരിക്കാണ്. നാരായണ ഗുരുതമ എത്ര പ്രതിഷ്ഠ ശരിക്കും ചെയ്തിട്ടുണ്ടാവും? 65-66 ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇതിൽ ഫസ്റ്റ് അദ്ദേഹം ചെയ്തത് എവിടെയാണ്? ലാസ്റ്റ് കണ്ണാടിശീലല്ലേ ചെയ്തത്? ഒന്നാമത്തത് അല്ലേ? ശിവരാത്രി സമയത്ത് അല്ലേ? പിന്നെ ലാസ്റ്റ് ചെയ്തത് കണ്ണാടി ശിലയല്ലേ? അതെവിടെ വരിക? ആലപ്പുഴ ഭാഗത്ത് അല്ലേ? ജന്മഗ്രഹം. അതെ. അത് ഗുരുനാഥന്റെ ജന്മദിന സ്ഥലം എവിടെ വരുന്നത്? ശിവഗിരി. ചെമ്പന്തി തന്നെയല്ലേ വരുന്നത് അല്ലേ? അതെ അതെ. ഇത് അല്ലേ? ഓ, ഈ ക്ഷേത്രം അല്ലേ? ഇത് ഗുരുനാഥ ആദ്യ പ്രതിഷ്ഠ നടത്തിയതാ? ഒന്നാമത്തെ പ്രതിഷ്ഠ അല്ലേ? കാര്യങ്ങൾ ലളിതമായി ഭക്തജനങ്ങളെ അറിയിച്ചു. നമസ്തേ.
ഭഗവാന്റെ പൂങ്കാവനാണ്. ഇത് ഭഗവാന്റെ കൂവളം, സുന്ദരേശ്വര ഭഗവാന്റെ കൂവള മരമാണ്. ഭഗവാനെ മാല ചാർത്താൻ വേണ്ടിയും ഇത് ക്ഷേത്ര വഴിപാട് കൗണ്ടറാണ്. കാണാതെ പേര് കണ്ടുകൊള്ളും. ഇത് തൊടാൻ പാടില്ല. ഇതിൽ വിഷത്തിൻ്റെ ചെറിയൊരു അംശം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ശിവലിംഗം പോലെ ഒരു നാഗത്തിൻ്റെ രൂപത്തിലാണിത്. അനന്തശയനത്തിൻ്റെ ഒരു രൂപത്തിലാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ശിവലിംഗം പോലെ കാണാം. കണ്ടുവാ, ചെറിയൊരു ശിവലിംഗം പോലെ കണ്ടുവാ. ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാവും. ഇതിനുള്ളിൽ ചെറിയൊരു ശിവലിംഗത്തിൻ്റെ മുകളിൽ അനന്തശയനം നിൽക്കുന്ന പോലെ കാണും. ഞാൻ കാണിച്ചു. ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത കാഴ്ചയുമായി കാണും വരെ സ്നേഹപൂർവ്വം ആചാര്യ ശ്രീ അഘോരി ബാബാജി. ഇതിലേക്കൂടെയും ഭഗവാന്റെ അടുത്തേക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു വഴി ഇതും കൂടിയാണ്. ഇതിന് മെയിൻ വഴി തൊട്ടപ്പുറമായിട്ട് വരും. ഇത് അമ്പലത്തിൻ്റെ കീഴിലുള്ള സ്കൂളാണ്.
ഇവിടെ ഒരു ബാങ്കും കൂടി പ്രവർത്തിക്കുന്നു.